നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് പബിൽ. എൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചില കാഴ്ചകൾ നിങ്ങൾക്കായി. നമ്മൾ കാണുന്നത് ദുബായ് മാളിലെ കുറച്ച് കാഴ്ചകളാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിലൂടെ നടന്ന് നമ്മൾ ടയേർഡാവും. അത്രയും സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇത് ദുബായ് മാളിൻ്റെ അകത്തുള്ളൊരു മിനിയേച്ചർ അക്വേറിയമാണ്. ഇതിലും വലിയ അക്വേറിയം ഉണ്ട്. അവിടെ ജനത്തിരക്കുള്ളത് കൊണ്ടും മറ്റേ വീഡിയോ പ്രൈവസീസ് ഉള്ളത് കൊണ്ടും ഞാനവിടെ വീഡിയോ എടുക്കുന്നില്ല. നമ്മൾ കുട്ടികളെ കൂട്ടിയിട്ട് വന്നാൽ അവർക്ക് റിയലായിട്ടും ഒരു ഫൺ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. മെയിനായിട്ട് ഈ അക്വേറിയം, കുട്ടികൾക്ക് കളിക്കാനുള്ള നിറയെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ കാണാം. വിവിധ തരത്തിലുള്ള ബ്രാൻഡുകളിലെ പെർഫ്യൂംസ്, ഇഷ്ടംപോലെ ഷോപ്സ്, നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ, പല രാജ്യങ്ങളിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഡൈനോസറിനെ കാണുന്നത്. ദുബായ് മാളിൻ്റെ അകത്ത് ഒരു മെയിൻ ഹാൾ ഏരിയയിൽ അവർ ഡിസ്പ്ലേ ചെയ്തേക്കാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ഡൈനോസറിൻ്റെ ഒരു ഫോസിൽ. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇതൊക്കെ നമുക്ക് സിനിമകളിൽ മാത്രമേ കണ്ട് ശീലമുള്ളൂ. നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു കാഴ്ചയ്ക്കായി ഞാനിത് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് റിയലി ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് അങ്ങനെ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുമോ എന്തോന്നും അറിയില്ല. പക്ഷേ ദുബായിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു മാളായത് കൊണ്ട് അവരത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ തന്നെ കുട്ടികളെ പോലെ ഒരു 2 പ്രാവശ്യമെങ്കിലും പോയി തിരിച്ചും മറിച്ചും അവിടെ പോയി നോക്കി. നിറയെ കുട്ടികൾ അവിടെ നിന്ന് കണ്ട് അത്ഭുതമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. വലിയ ആൾക്കാർ, നമ്മുടെയൊക്കെ അതേ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് നിന്ന് നോക്കി. നമ്മുടെ നാട്ടിലെ ലുലു മാളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. കുട്ടികളൊക്കെ സ്കേറ്റിംഗ് പഠിക്കാൻ വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി അവരുടെ ട്രെയിനറിൻ്റെ ഒപ്പം സ്കേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. നല്ല രസമായിരുന്നു. നമുക്കും ട്രൈ ചെയ്താലോ എന്ന് തോന്നിപ്പോയി. പ്രായ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും. അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചിലരെങ്കിലും ഇത് നിങ്ങൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ഈ സ്ഥലം ചില സിനിമകളിൽ ഭാഗമായിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഇവിടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വന്നൊന്നും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പല രാജ്യക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ഇവിടെ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നതെങ്കിലും എനിക്ക് എപ്പോൾ കാണുമ്പോഴും ഒരു ഗുഡ് ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ. അങ്ങനെ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് അത് എനിക്ക് കാണാം. ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ?
എത്ര പ്രാവശ്യം കണ്ടാലും ഇത് നമുക്കൊരു അത്ഭുതം തന്നെയാണ്. ഒരു നഗരത്തിൻ്റെ നടുമധ്യേ ഇത്ര വലിയൊരു മാളും ഇത്ര വലിയ ഒരു കെട്ടിടവും അതിനടുത്തായ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ചെറിയ ചെറിയ കെട്ടിടങ്ങളും അതിൻ്റെ നടുക്കൊരു ഫൗണ്ടെയിനും, ആ ഫൗണ്ടെയിൻ്റെ നടുക്ക് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ദിവസവും ഒത്തിരി രാജ്യക്കാർ സന്ദർശിക്കുന്ന ലോകത്തിൽ തന്നെ ഒരു അത്ഭുതമായ ഒരു സ്ഥലമാണിത്. നമുക്ക് നടന്നാലും കണ്ടു തീരാത്തത്രയും സ്ഥലമുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു ദിവസമെങ്കിലും വന്ന് കാണേണ്ടതാണ് ഈ സ്ഥലങ്ങളും ഇവിടുത്തെ കാഴ്ചകളും. നിന്ന് ഫോട്ടോ എടുക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല, ഒരു ഇന്ത്യക്കാരും ഉണ്ടാവില്ല. പല രാജ്യക്കാരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊരു അത്ഭുതമായിട്ട് തന്നെ കാണുന്നത്. പലതരം രാജ്യക്കാർ ഇവിടെ കാഴ്ചകൾ കാണാനായിട്ട് ഒന്ന് ചേർന്ന് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ ആഘോഷിക്കുന്നത് കാണാം. അവർ സെൽഫി എടുക്കുമ്പോൾ നമ്മളും കുറച്ച് സെൽഫികൾ എടുക്കണമല്ലോ. അതും ബുർജ് ഖലീഫയുടെ മുമ്പിൽ നിന്ന് എടുക്കുമ്പോൾ എന്നേക്കുമായിട്ടുള്ളൊരു സന്തോഷവും കൂടിയല്ലേ. എനിക്കും അതിനകത്ത് ഒരു ദിവസം കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് അന്ന് കയറുമ്പോൾ നിങ്ങളെയും അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ അങ്ങനെ ഒരാഗ്രഹം? ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് നമ്മുടെ ലാലേട്ടൻ അതിനകത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന്. പുള്ളിയെപ്പോലെ നിറയെ ഇന്ത്യക്കാർ അതിനകത്ത് ഫ്ലാറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് തന്നെ നമ്മളെ ഇന്ത്യക്കാർക്കൊരു പ്രൗഡ് മൂമെൻ്റ് അല്ലേ. ഇത്ര അത്ഭുതത്തിൻ്റെ ഇടയിൽ ഇതൊന്നും അറിയാണ്ട് 2 പേർ ആ കാഴ്ച ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ട് തോന്നി. ഇതെപ്പോഴും നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണോ എന്തൊന്നും അറിയില്ല. ഞാൻ അടുത്ത് പോയിട്ടും അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അവർക്കെന്ത് ബുർജ് ഖലീഫ, അവർക്കെന്ത് ദുബായ് മാൾ. ഞാനും ആ പരിസരങ്ങളൊക്കെ മറന്ന് അവരെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും ഈ സ്ഥലങ്ങളും കാഴ്ചകളും നോക്കിയിരിക്കുമ്പോൾ ഞാൻ അവരെയും നോക്കിയിരുന്നു. അതിലൊരു സന്തോഷം. ആ കാഴ്ച, ഇതുപോലൊരു കാഴ്ച കാണാനായിട്ട് നമുക്കെപ്പോഴും ഒരു ഭാഗ്യം ഉണ്ടാവില്ല. അവർ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു ശല്യമായി മാറാണ്ടിരിക്കാനായിട്ട് ഞാൻ പിന്നെ അവരെ വിട്ട് ബൈ പറഞ്ഞു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചകളുമായി ഞാൻ മെല്ലെ നീങ്ങുകയാണ്. എത്ര കണ്ടാലും ഈ കാഴ്ചകളൊക്കെ ഒരു എത്രയോ ആൾക്കാരുടെ കഷ്ടപ്പാടുകളാണെന്ന് എന്നെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു സന്തോഷമായ ഒരു നിമിഷമാണ്. നിറയെ ആൾക്കാരുടെ കഷ്ടപ്പാടും നിറയെ ആൾക്കാരുടെ സമയവും ഇതിനുവേണ്ടി ചിലവഴിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്തിന് ഞാൻ ബൈ ടാറ്റ പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് ഞാൻ മാളുടെ അകത്തേക്ക് പിന്നെയും എൻട്രി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊന്ന് മാളുടെ അകത്തോട്ട് കയറിയിട്ട് കാണാം. കുറച്ചധികം നേരം കൂടെ നിന്നാൽ ഇവിടെ ഫൗണ്ടെയിൻ്റെ ഷോ ഉണ്ടാവും. ഷോ, മ്യൂസിക് എല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഞാൻ ആപ്പിളിൻ്റെ ഷോറൂമിലേക്ക് നോക്കുന്നത്. അതും എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. ജനങ്ങൾ ആപ്പിളിനെ ഇത്രയധികം സ്നേഹിക്കുന്നു. ഇത്രയും
വലിയൊരു ബ്രാൻഡ്. ആ ബ്രാൻഡിൻ്റെ ദുബായ് മാളിലൊരു ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. അതായത് 2 ഫ്ലോറോളം ഔട്ട്ലെറ്റുകളുണ്ട്. ഐഫോണിൻ്റെ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ടുള്ള തിരക്ക് നോക്കിയേ. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രമായിട്ട് വന്ന് നിൽക്കുന്ന ജനത്തിരക്കാണ് ഈ കാണുന്നത്. നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുമോ ഇത്രയധികം തിരക്ക്? പല രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ് ഇവിടെ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടി തിരക്ക് കൂടിയിരിക്കുന്നത്. ഇത് താഴത്തെ ഫ്ലോറാണ്. നിങ്ങൾ നേരത്തെ കണ്ടത് മുകളിലെ ഫ്ലോർ. താഴത്തെ മുകളിലുമായിട്ട് അത്രയധികം തിരക്കാണ്. എനിക്ക് കണ്ടിട്ട് അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ വഴി കുറേ നടന്ന് വേണം എൻ്റെ റൂമിലേക്ക് പോകാനായിട്ടുള്ള മെട്രോ കണ്ടുപിടിക്കുക. മെട്രോയിലേക്ക് പോയി അവിടെ നിന്ന് വേണം എനിക്ക് റൂമിലോട്ടെത്താൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. താങ്ക് യു. ടാറ്റ, ബൈ ബൈ, സീ യു.